ഇന്ന് നമുക്ക് കാനഡയിൽ കാറ് കഴുകാൻ പോയാലോ. ഈ കാണുന്നതാണ് കാറ് വാഷ് ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്ത് 2 യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ കാർ ആദ്യം കയറ്റി നിർത്തുക. അപ്പോൾ കയറ്റി നിർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ATM മെഷീൻ പോലത്തെ ഒരു മെഷീൻ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 1 ടൈം പാസ്വേഡ് പോലൊരു നമ്പർ വരും. അപ്പോൾ അത് ഇതിൻ്റെ മൊബൈൽ ആപ്പിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഗേറ്റ് ഓപ്പൺ ആവും. ഇതിപ്പോൾ ആപ്പ് ത്രൂ ഉള്ളതാണ്. ഇത് നമുക്ക് എന്താ പറയുക, കോയിൻ ഇട്ടിട്ടും ഇങ്ങനെ നമുക്ക് വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി വണ്ടി മുമ്പോട്ട് നീക്കി നിർത്തി കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് പോലെ ഒരു റാമ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ വണ്ടി നിർത്തണു. അപ്പോൾ വണ്ടി നമ്മൾ നിർത്തിയിട്ട് വണ്ടി നമ്മൾ ന്യൂട്രലാക്കണം. പിന്നെ നമ്മൾ ആക്സിലേറ്ററോ എന്താ പറയുക വണ്ടി മുന്നോട്ടാക്കിയൊന്നും വേണ്ട, നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടാൽ മതി. അപ്പോൾ വണ്ടി പിന്നെ തന്നെത്താൻ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോക്കോളും. അപ്പോൾ അതിങ്ങനെ കയറി പോകുമ്പോൾ ആദ്യം ഈ സോപ്പും വെള്ളം നമ്മുടെ കാറ് മൊത്തം സ്പ്രേ ചെയ്യും. അപ്പോൾ അത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നിന്നും മുകളിൽ നിന്നൊക്കെ ഈ ഒരു ബ്രഷ് ഇങ്ങനെ സ്പിൻ ചെയ്തിട്ട് നമ്മുടെ കാറുമ്മ മൊത്തം അങ്ങോട്ട് ആ ഒരു പരത്തും. അപ്പോൾ അത് കുറച്ച് തീരുമ്പോഴേക്കും അത് മൊത്തം ഏകദേശം ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നല്ല വെള്ളം കൊണ്ട് ഒന്നും കൂടെ ഈ സോപ്പും വെള്ളം സ്പ്രേ ചെയ്ത പോലെ ഈ നല്ല വെള്ളം കൊണ്ടും സ്പ്രേ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാറ്റ് വെച്ചിട്ട് ബ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഉണക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോയി നേരത്തെ നമ്മൾ യെല്ലോ ലൈൻ കണ്ട പോലെ ഇതിൻ്റെ പുറത്തും ഒരു യെല്ലോ ലൈൻ പോലെയാണ്. അപ്പോൾ അവിടേക്ക് വണ്ടി എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി ഗിയർ ഇട്ടിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാം. അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടുത്തെ എല്ലാ പരിപാടി വേറെ വണ്ടികളൊന്നും ക്യൂലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോസസ്സ് എല്ലാം തീരും. നമുക്ക് അധികം ഡിലേ ഒന്നും വരുന്നില്ല. നമ്മുടെ ഈ ഒരു സെറ്റപ്പ് നമ്മുടെ നാട്ടിലായിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ പൊതുവേ നമ്മുടെ അവിടെ മാനുവലി ആളുകളാണ് കഴുകണത് ഞാൻ കണ്ടിട്ടുള്ള പൊതുവേ കാർ വാഷിങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ നമ്മളവിടെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാനഡത്തെ വിശേഷങ്ങൾ കാണാൻ എൻ്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാം.